നമസ്കാരം. കളരി പരദേവതകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പുരാതന കാലത്ത് ധാരാളം തറവാടുകളിൽ കളരി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ആയുധാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കളരി. കർശനമായ ഉപാസനാ രീതിയും ആ ഗുരുശിഷ്യ ബന്ധവും വലിയ തോതിലുള്ള പവിത്രതയും എല്ലാം ഈ കളരി ദേവതാ സ്വരൂപങ്ങൾക്കും കളരികൾക്കും നൽകിയിരുന്നു. വളരെ പ്രാധാന്യമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ തനതായ പൂജാവിധികളും അതിന് സഹായമാകുന്ന മന്ത്രങ്ങളും ചേർന്ന ഒരു വിപുലമായിട്ടുള്ള ഒരു പദ്ധതി. അപ്പോൾ നമ്മൾ ഒരു തന്ത്രസമുച്ചയം എന്നൊക്കെ പറയണ പോലെ വിപുലമായ മറ്റൊരു എഴുതപ്പെടാത്ത, അത് ഇങ്ങനെ പറഞ്ഞ് അടുത്ത തലമുറയിലേക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അതാണ് അതിന് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പം. അതിപ്പോൾ ഇല്ലാണ്ടായി, അവരത് എഴുതില്ല. അങ്ങനെ ഓരോരോ പരമ്പരകളിലേക്ക് പകർന്നു കൊടുത്ത ഒരു ഉപാസനാ രീതിയും കൂടിയാണ് ഈ കളരി ദേവതകളുടെ. എന്താണ് ഈ കളരി ദേവതകളുടെ പ്രാധാന്യം? ഇപ്പോൾ നമുക്ക് കേരളത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ അനവധി സ്ഥലങ്ങളിൽ ഈ കളരി ദേവതകളുണ്ട്, കളരികളുണ്ട്, ധാരാളമുണ്ട്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ധാരാളം കളരി ചിലപ്പോൾ ഉണ്ടാവില്ല. ഈ ആയുധാഭ്യാസ സമ്പ്രദായമൊക്കെ അവസാനിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിലുള്ള ദേവതകളെ ഇപ്പോഴും ആരാധിച്ചു വരുന്നുണ്ട്. അവർക്ക് ഉത്സവം നടത്താറുണ്ട്, അവിടെ കളമെഴുതിപ്പാട്ടും നടത്താറുണ്ട്. അങ്ങനെ അതിൻ്റേതായ രീതിയിലുള്ള ചില പൂജകളും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്, അത് ചെയ്യാറുണ്ട്. ആഘോഷങ്ങൾ ഉത്സവമായിട്ട് നടത്താറുണ്ട്, ഒക്കെ ഈ കളരി ക്ഷേത്രങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കളരിയെപ്പറ്റി ഒന്ന് പറയാം, അല്ലെങ്കിൽ കളരി ദേവതകളെ കുറിച്ച് പറയാം എന്ന് വിചാരിച്ചത്. കാരണം ഈ പലപ്പോഴും പല ഭാഷാ ആചാര്യന്മാരും പറയുന്നത് കേരളം എന്ന വാക്കുണ്ടായത് തന്നെ കളരി എന്ന വാക്കിൽ നിന്നാണ്. ധാരാളം പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുക കേരം ഉള്ള കൊണ്ട് കേരളമായി എന്ന. കേരം എന്ന് വെച്ചാൽ നാളികേരം. പക്ഷെ കേരം എന്ന വാക്ക് സംസ്കൃത പദമാണ്, മലയാള പദമല്ല അത്. അപ്പോൾ അങ്ങനെ വരാൻ യാതൊരു സാധ്യതയില്ല. മറിച്ച് കളരിയിൽ നിന്ന്, കളരി എന്ന വാക്ക് തികച്ചും അത് മലയാള ദ്രാവിഡ ഭാഷയിൽ നിന്ന് ആവിർഭവിച്ച പദമാണ്. അതുകൊണ്ട് തന്നെ കളരിയിൽ നിന്ന് തന്നെയാണ് കേരളം എന്ന വാക്ക് ഉത്ഭവിച്ചത് എന്ന് നമുക്ക് പറയാം. ധാരാളം ഗ്രന്ഥങ്ങളൊക്കെ അതിനെപ്പറ്റിയുണ്ട്. ഞാൻ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയണത്. വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ കളരിയുടെ പ്രാധാന്യം? പലപ്പോഴും നമ്മൾ ചില കുടുംബങ്ങൾ ഈ പ്രശ്നം വയ്ക്കാൻ പോകുമല്ലോ. ഭക്ഷണങ്ങളുടെ പ്രശ്നമാവാം, താമ്പൂല പ്രശ്നമാവാം. അപ്പോൾ ഈ കളരി ദേവതകളുടെ വിഷയം വരും. അതിനൊരു ഇതുണ്ട്. അതായത് ഇപ്പോൾ പ്രശ്നത്തിലൊരു പ്രത്യേക ഗ്രഹസ്ഥിതി കണ്ടാൽ ഈ കളരി ദേവതകളുടെ അനിഷ്ടത്തെ പറയണം എന്നാണ് പറയുക. യഥാതു ബാധകാധിപേ സുഖാദിനാഥ സംയുതേ ധരാസുതേന വീക്ഷിതേ നിശാകരേണ വായതി പുരാതനൈ പ്രപൂജിതാം കഠോരഭാവമാശ്രിതാം ഘളൂരികാ നിവാസിനിം വദേത്തതാതു ദേവത. അങ്ങനെയാണ് ആ ശ്ലോകം. നല്ല രസമുള്ള ശ്ലോകം. ഘളൂരിക എന്നാണ് പറയുക. ഘളൂരികാ നിവാസിനി, കളരി നിവാസിനിയായിട്ടുള്ള കഠോരഭാവം, ഉഗ്രരൂപിയായിട്ടുള്ള ആ ദേവതയെ പറയാം എന്നാണ് ആ ശ്ലോകത്തിൻ്റെ പ്രാധാന്യം. പലപ്പോഴും ഗ്രഹസ്ഥിതികൾ ഇങ്ങനെ വരും. ബാധകാധിപനും ഈ ചൊവ്വയുടെയും ചന്ദ്രൻ്റെ ഒക്കെയുള്ള ബന്ധങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കളരി ദേവതയെ ചിന്തിക്കുകയും അവിടെ ദോഷപരിഹാരങ്ങളൊക്കെ നമ്മൾ പറയുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഒരിക്കലും അവഗണിക്കാൻ പറ്റാത്ത ഒരു ദേവതാ സാന്നിധ്യമാണ് പല തറവാട്ടുകാർക്കും ഈ കളരി ദേവത, ഘളൂരികാ നിവാസിനി. ആയുധ കളരിയിലായിരിക്കും ഉണ്ടാവുക. ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ അനുഷ്ഠിച്ചു വരുന്ന ക്ഷേത്ര സംബന്ധമായ ഒരു രീതിയല്ല കളരി ആരാധനാ രീതി. കാരണം ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠകൾ കൃത്യമായിട്ടും ഒരു ദിക്ക് നോക്കിയിട്ടായിരിക്കും. ഇപ്പോൾ കിഴക്കോട്ട്, പടിഞ്ഞാറ്, അല്ലെങ്കിൽ വടക്കോട്ട്, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ കളരിയിലെ പ്രധാന ദേവത ഒരു ഒരു മൂലയ്ക്ക് നോക്കിയിട്ടായിരിക്കുക. കാരണം ഇപ്പോൾ കന്നിരാശിയിലാണ് സാധാരണ ആ കളരി ദേവതയെ പ്രതിഷ്ഠിക്കുക. കന്നിരാശിയിലാണ്. അതിൻ്റെ ദൃഷ്ടി ഈശാന കോണിലേക്ക്, മീനം രാശിയിലേക്കായിരിക്കും. ഒരു കോണായിട്ടുള്ള ദൃഷ്ടിയായിരിക്കും. അത് കളരി ദേവതകളുടെ പ്രാധാന്യമാണ്. അവിടെ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ മന്ത്ര ഉപാസനയെക്കാളോ
അല്ലെങ്കിൽ മറ്റ് കലശാഭിഷേകങ്ങളോ അങ്ങനെയുള്ള താന്ത്രിക ആരാധനയേക്കാൾ കൂടുതൽ സാധാരണ കളരികളിൽ ധ്യാനവും അതേപോലെ തന്നെ ആ അവനവൻ്റെ വീര്യം കൊണ്ടുള്ള ഉപാസന രീതിയുമാണ്. ചില കളരികളിൽ പഴയ കാലത്തൊക്കെ വിരൽ മുറിച്ച് രക്തം വരെ ആ ബിംബത്തിൽ വീഴിക്കുന്ന, മണ്ണുകൊണ്ടായിരിക്കും ആ ബിംബം വീഴിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. വളരെ വളരെ ശക്തിയുള്ള ആരാധനാ രീതിയാണ്. അവർക്കൊന്നും അതിന് ഭയമില്ല. മാത്രമല്ല, ഈ പഴയ കാലത്ത് രാജാക്കന്മാരുടെ കാലത്തൊക്കെ യുദ്ധത്തിന് പോകുന്നത് ഈ അവനവൻ്റെ കളരിയിലെ ദേവതയെ വിചാരിച്ചിട്ടാണ്. അത്ര തീവ്രമായ ഒരു ഭക്തി ബന്ധം. നമ്മൾ പറയും അതിന് വീരാരാധന എന്ന് പറയും. ഇപ്പോൾ വീരശൈവ മതം എന്നൊക്കെ ഇപ്പോൾ വീരാരാധനയുണ്ട്. ആ വീരാരാധനയുടെ ഭാഗമായിരുന്നു ഈ കളരി ദേവതകൾ. വീരാരാധന എന്ന് പറയുമ്പോൾ ഈശ്വരന് വേണ്ടി മരിക്കുക, ഒരു ഭയമില്ലാണ്ട് മരിക്കുക, ഭഗവാന് വേണ്ടി യുദ്ധം ചെയ്യുക, ഇതൊക്കെ വീരാരാധനയുടെ സമ്പ്രദായമാണ്. അപ്പോൾ നമുക്ക് ഭാരതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സിഖ് മതം അങ്ങനെയാണ്. അവർ വീരാരാധന ആണ്. വീരശൈവം എന്നൊക്കെ തമിഴ്നാട്ടിൽ വീരശൈവന്മാരുണ്ട്. അവർ വലിയ ആയുധാഭ്യാസികളൊക്കെയാണ് അവർ ഭഗവാനെ ആ രീതിയിലാണ് ആരാധിക്കുക. അനവധി സിദ്ധികളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ പഴയ പല കളരി ഗുരുക്കന്മാരും എല്ലാം വളരെ സിദ്ധികളുള്ള ആൾക്കാരാണ്. അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും കഴിവുള്ള ആൾക്കാരാണ്. അതീന്ദ്രിയ ജ്ഞാനമുള്ളവരാണ്. അതെല്ലാം ഈ കളരി ഉപാസനയിലൂടെ അവർ ആർജിച്ചതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ദേവതാ സങ്കല്പങ്ങൾക്ക് വലിയ ശക്തിയാണ്. പ്രത്യേകിച്ച് ഈ പ്രതിമാ വിഷയങ്ങളിൽ ഏറ്റവും ഉത്തമം എന്ന് പറയുക മണ്ണുകൊണ്ടുള്ള പ്രതിമയ്ക്കാണ്. ഏറ്റവും അധികം സാന്നിധ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നതും മണ്ണുകൊണ്ടാണെന്നാണ് പറയുക. ഈ കളരിയിലെ ദേവതകളുടെ പ്രതിഷ്ഠ മണ്ണുകൊണ്ടാണ്. അത് പല സങ്കല്പങ്ങളുണ്ട്. പല കളരികളിലും അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് മഹിഷമർദ്ദിനിയായിട്ടുള്ള ദുർഗയാണ്. ചില സ്ഥലത്ത് ഭദ്രകാളിയാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വീരഭദ്രൻ ഉണ്ടാവാം. ചില സമയങ്ങൾ ചില ഇതിൽ സപ്തമാതൃ സഹിതമായിട്ടുള്ള ചണ്ഡിക. അപ്പോൾ 7 സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ടാവും. അതിൻ്റെ മുകളിൽ മകുടം പോലെ ഇങ്ങനെ ഉണ്ടാവും. അത് ചണ്ഡികയായിട്ടും മറ്റേ 7 പടികൾ സപ്തമാതൃക്കളായിട്ടാണ് പറയുക. മറ്റൊന്നിൽ ശ്രീചക്രത്തെ സങ്കല്പിച്ചിട്ട് വയ്ക്കുന്നുണ്ട്. അവിടെ ശ്രീചക്രദേവിയായിരിക്കും. ആ മകുടത്തിലെ ബിന്ദുവിൽ ആ ലളിതാ പരമേശ്വരന്മാരായിരിക്കും, ശിവശക്തി സ്വരൂപമായിരിക്കും. എങ്ങനെയാണ് വലിയ തീവ്രമായ ആരാധനാ രീതിയുള്ള വളരെ തീവ്രമായ ആരാധനാ രീതിയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ വടക്കം വീരഗാഥ എന്നുള്ള ആ സിനിമയിൽ മമ്മൂട്ടി ഗുരവേ നമ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ശരീരത്തിലേക്ക് കുത്തിയിറക്കുന്ന ഒരു സീനുണ്ട്. അത് ശരിയാണ്. കാരണം ആ കളരി ദേവതയുടെ മുമ്പിൽ ആയുധം കൊണ്ട് മരിക്കാനോ ഒന്നും അവർക്ക് ഒരു ഭയവുമില്ല. നമ്മളൊക്കെ കൈമുറിഞ്ഞ് അപ്പം തന്നെ പോയി സ്റ്റിച്ചിടാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് ഓടും. പഴയ ആൾക്കാർക്ക് അങ്ങനെ ഇല്ല. അവർ വളരെ ദൃഢചിത്തരാണ്. അതുകൊണ്ടാണ് വലിയ സാധകർക്ക് മാത്രമേ അങ്ങനെ ആവാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെ ദൃഢചിത്തന്മാരായിട്ട് നല്ല മനഃശക്തിയുള്ള സാധകർ, ആയുധാഭ്യാസികൾ, അവർ അതീന്ദ്രിയ ജ്ഞാനമുള്ളവർ, സിദ്ധികൾ ഉള്ളവർ, അങ്ങനെ യോഗികളെ പോലുള്ള കളരി ഗുരുക്കന്മാർ ആചരിച്ചു വന്ന കളരി ദേവതകളുടെ ചൈതന്യം വളരെ വലുതായിരിക്കും. അതാ ഭൂമിയിൽ മറിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ കളരികൾ വേണ്ട പോലെ ആരാധിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ദോഷം വരും, ശക്തമായിട്ട് ദോഷം വരും. കളരികളിൽ സാധാരണ ഭദ്രകാളി, ശാസ്താവ്, അയ്യപ്പനൊക്കെ വരും. വീരഭദ്രൻ വരാം. അത് പ്രശ്നം വെച്ചാലേ നമുക്കറിയാൻ പറ്റുള്ളൂ ഏതൊക്കെ ദേവതകളാണ്. കിരാതമൂർത്തി വരാറുണ്ട്. ഓരോരോ സ്ഥാനത്തും ഓരോരോ ദേവതകളുണ്ട്. നരസിംഹം കളരിയിൽ പ്രധാനമാണ്. അങ്ങനെ എല്ലാ ദേവതകളുടെയും ഒരു സമഞ്ജസ സമ്മേളനമാണ് ഒരു കളരിയിൽ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് ഈ കളരി ദേവതകൾ ധർമ്മദൈവമായിട്ട് ആചരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അതിൽ യാതൊരു കുറവും വരുത്തരുത്. തീർച്ചയായിട്ടും പൗരുഷവും വീര്യവും ഒരിക്കലും തോക്കാത്ത ഒരു മനസ്സാന്നിധ്യവും എല്ലാം ഈ കളരി ഉപാസനയിലൂടെ, കളരി ദേവതാ ഉപാസനയിലൂടെ കിട്ടും. അതിനു വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ ഉപാസന. ഇന്ന് നമ്മളെല്ലാവരും പൊതുവെ മാനസികമായിട്ട് ദുർബലരാണ്. പഴയ കളരി ദേവതകളുടെ ഉപാസകർ വളരെ ശക്തിയുള്ളവരായിരുന്നു. എന്തിനെ നേരിടാൻ അവർക്ക് തയ്യാറായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ആയുധം കൊണ്ടൊക്കെ അന്നത്തെ കാലത്തൊന്നും ഒരു മരുന്നൊന്നുമില്ല. ഒരു ആയുധം കൊണ്ട് മാരകമായ മുറിവേറ്റ് നിൽക്കുന്ന ഒരാളുടെ മനഃശക്തി എന്നാലും അയാൾ യുദ്ധം ചെയ്യാൻ ശ്രമിക്കും. അത്ര വലിയ ഒരു മനഃശക്തിയുള്ള ആൾക്കാരായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ കളരി ദേവതകളെ ഉപാസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനഃശക്തിയും ധൈര്യവും
ആ വിജയത്തിലേക്ക് മുന്നേറാൻ ഉള്ള വലിയൊരു ഉത്സാഹവും നിങ്ങൾക്ക് കിട്ടും. ആ ജാഡ്യത പോവും. അതുകൊണ്ട് കളരി പരദേവതയെ സാധാരണ നിലയിൽ ആരാധിച്ചു വരുന്നവർ അതിനെ പ്രാധാന്യത്തോടുകൂടി അതിനെ ഉപാസിക്കണം. അല്ല മാസത്തിലൊക്കെ ഒരു വിളക്ക് കൊളുത്തി മാത്രം ഒതുക്കാവുന്നൊരു സാന്നിധ്യമല്ല. അതിലെ ദേവതകളെല്ലാം മനസ്സിരുത്തി തന്നെ ആലോചിച്ച് ഉപാസിക്കേണ്ട ഒന്നാണ്. അത്രയ്ക്ക് പ്രാധാന്യം കളരി ദേവതകൾക്കുണ്ട് എന്ന് മാത്രം പറയുന്നു. നമസ്കാരം.